സംസ്ഥാനം പേമാരിയിൽപ്പെട്ട് വലയുമ്പോൾ വിരുന്നിൽ പങ്കെടുത്തതിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലും മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വിമർശനം ശക്തം. മുഖ്യമന്ത്രിയുടെ അനവസരത്തിലുള്ള നടപടികളെ സിപിഐഎം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കേരളം വെള്ളത്തിലും മുഖ്യമന്ത്രി വിരുന്നിലുമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വിരുന്നിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ച മറ്റു നേതാക്കളും ചോദ്യങ്ങളുമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ പ്രവർത്തികൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിലും വിമർശനം കടുക്കുന്നതിനിടെ മഴക്കാലത്ത് മുഖ്യമന്ത്രി പട്ടിണി കിടക്കണോ എന്ന ന്യായീകരണവുമായി പൊന്നാനി എം.എൽ.എ. കെ.പി. നൌഷാദ് അലി രംഗത്ത് വന്നു. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഉരുൾപൊട്ടിയതും പത്തനംതിട്ട, റാന്നി വെള്ളത്തിൽ മുങ്ങിയതും. അതിനു തൊട്ടുമുൻപുള്ള പകലായിരുന്നു ഭാര്യ പിതാവിനെ കാണാൻ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഇറങ്ങാനായില്ല. മുഖ്യമന്ത്രിക്ക് തിരിച്ചു പറക്കേണ്ടി വന്നത് വാർത്തയായതോടെയാണ് ഹെലികോപ്റ്റർ യാത്ര പുറം ലോകമറിഞ്ഞത്. വ്യക്തിപരമായ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനു പുറമെ മോശം കാലാവസ്ഥയാണെന്ന് സ്വന്തം അനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി മഴക്കെടുതി നേരിടാൻ എന്തു മുന്നൊരുക്കം നടത്തിയെന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നത്. 2018 ആവർത്തിക്കുമോ എന്ന ആശങ്കയിലൂടെയായിരുന്നു ഇന്നലെ പകൽ കേരളം കടന്നുപോയത്. റാന്നിക്ക് പുറമെ ആറന്മുളയിലും പാലായിലും അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ജനങ്ങൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം തേടി. ഇതിനു പിന്നാലെ പൊന്നാനി എം.എൽ.എ. കെ.പി. നൌഷാദ് അലിക്കൊപ്പം മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇതോടെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം കടുപ്പിച്ച പ്രതിപക്ഷം രംഗത്ത് വന്നു. മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾ പ്രാണഭയത്തിലായിരുന്നുവെന്നും ദുരന്ത നിവാരണ മുന്നൊരുക്കത്തിൽ പാളിച്ചയുണ്ടായതായും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ആരോപിച്ചു. നാട് ദുരിതത്തിൽ മുങ്ങുമ്പോൾ സൽക്കാരത്തിൽ പങ്കെടുത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന വിരുന്നിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ച എ റഹീം എം.പി. കുറ്റപ്പെടുത്തി. ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമല്ല വി.ഡി. സതീശൻ ചെയ്തതെന്നും റോം കത്തിയെരിയുമ്പോൾ മുഖ്യമന്ത്രി വിരുന്നിന് പോയതായും വി. ശിവൻകുട്ടി വിമർശിച്ചു. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി ലീഗ് നേതാവിന്റെ വീട്ടിൽ ചിക്കനുമായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അയാളെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഒരു റോം കത്തിയെറിയുമ്പോൾ നീറോ വീണം വിട്ടുന്നതിന് തുല്യമാണ് എന്നതുപോലെയാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രതിപക്ഷം ആക്രമണം കടുപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച പൊന്നാനി എം.എൽ.എ. കെ.പി. നൌഷാദ് അലി രംഗത്ത് വന്നു. മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പാടില്ലെന്നോ ഉച്ചഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നോ ഇല്ലെന്നായിരുന്നു പ്രതികരണം. ഇത് രാഷ്ട്രീയമാണെന്നും വിഷയം വഴിതിരിച്ചു വിടുകയാണെന്നും നൌഷാദ് അലി ആരോപിച്ചു. മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഈ രൂപത്തിലൊന്നും പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അത് മുഖ്യമന്ത്രി ഇപ്പോ ആ പട്ടിണി കിടക്കണമെന്ന് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചൊരു ചിത്രം എടുത്താണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ കടുത്ത വിമർശനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.